Okay, so our next topic is finding work done using Green's theorem. Okay, so work done ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് W is equal to integral f dot dr. ഓക്കെ, നമ്മളിത് മോഡ്യൂൾ 3ലും പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഗ്രീൻസ് തിയറം വെച്ച് ചെയ്യണം. സോ ഇന്റഗ്രൽ f dot dr can be rewritten as double integral over the region r dou g by dou x minus dou f by dou y dA. ഓക്കെ, നമുക്ക് ബേസിക്കലി എഫ് ഡോട്ട് ഡി ആറിനെ നമ്മുടെ ഗ്രീൻസ് തിയറത്തിന്റെ ഫോർമാറ്റിൽ എഴുതിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്വസ്റ്റ്യൻ സേസ് find the work done by the force field F is equal to xy I cap plus x square by 2 plus xy j cap on a particle that moves along a path. The particle starts at 5,0 and traverses the upper semicircle. Okay, ഇവിടെ semicircle ആണ് തന്നിട്ടുണ്ട് and the equation of it is given as x square plus y square is equal to 25 and return to its stationary point along x axis. Okay, അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്, നമുക്ക് നമ്മുടെ ഫോഴ്സ് ഫീൽഡിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഒരു സെമി സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് എടുത്ത് എഴുതുക, ഡി ആർ എടുത്ത് എഴുതുക. ഇനി ഇവിടെ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താ? ഡി ആർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡിഫറൻസിയേഷൻ. നമ്മുടെ നോർമൽ ആർ വെക്ടർ എങ്ങനെയായിരുന്നു? എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് അങ്ങനെയായിരുന്നില്ലേ? അപ്പോൾ ഡി ആർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അത് എങ്ങനെയായിട്ട് മാറും? ഡി ആർ ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ്. ഇസ്ന്റ് ഇറ്റ്? ഫോഴ്സ് ഫീൽഡ് നമുക്ക് ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ, ഈ ഒരു എഫിന്റെയും ഈ ഡി ആറിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് എന്ന് പറഞ്ഞാൽ 0 ആണ്, ജെ ഡോട്ട് ജെ 1 ആണ്, ജെ ഡോട്ട് ജെ 1 ആണ്. സോ ഫൈനലി നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ, സോ എക്സ് വൈ ഡി എക്സ് പ്ലസ് ഈ സംഭവം നമ്മൾ ഡി വൈ ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ x square by 2 plus xy dy. ഫസ്റ്റ് ഓഫ് ഓൾ എഫിനെയും ഡി ആറിനെയും ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് രണ്ടിന്റെയും കൂടിയിട്ട് ഒരു ഇതുപോലത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇത് നമ്മൾ ഗ്രീൻസ് തിയറം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫോർമാറ്റ് ആയില്ലേ? എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ജി ഓഫ് എക്സ് വൈ ഡി വൈ, ആ ഫോർമാറ്റിൽ കിട്ടി. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ടേം ആണ് എന്താണ്? അതാണ് നമ്മുടെ എഫ് ടേം. ഈ സെക്കൻഡ് ടേം ആണ് എന്ത്? നമ്മുടെ ജി ഓഫ് എക്സ് വൈ ടേം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അക്കോർഡിംഗ് ടു ഗ്രീൻസ് തിയറം നമുക്ക് ഡോ ജി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം, ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കണം. സോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ജി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ എക്സിനെ മാത്രം ചെയ്യാം. സോ എക്സിന്റെ ഡിഫറൻസിയേഷൻ 2x, ഈ 2നെ ഞാൻ പുറത്തിറക്കി നിർത്തി കാരണം കോൺസ്റ്റന്റ് അല്ലേ. സോ 1/2 into 2x പ്ലസ് y കോൺസ്റ്റന്റ് ആണ്, സോ എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. സോ 1 into y പ്ലസ് y, അപ്പോൾ നമുക്ക് x പ്ലസ് y എന്ന് കിട്ടി. ഇനി ഡോ എഫ് ബൈ ഡോ വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് വൈ ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y 1 ആവും. സോ യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ് എക്സ്. ഓക്കെ, സോ നമുക്ക് ഈ വാല്യൂ കിട്ടി. ഈ വാല്യൂ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ. ഓക്കെ, രണ്ടിനെ സബ്ട്രാക്ട് ചെയ്യുക. രണ്ടിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ മൈനസ് എക്സ്, എക്സും ക്യാൻസൽ ആവും. യു വിൽ ബി ഗെറ്റിംഗ് ദി ആൻസർ ആസ് വൈ. ഓക്കെ, സോ നമുക്ക് എന്ത് എഴുതാം? ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ വൈ ഡി എ. ഓക്കെ, സോ നമുക്ക് ഇവിടെ വരെ കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഫർദർ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ലിമിറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ഒരു പാരാബോള ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? അപ്പർ സെമി സർക്കിൾ, ഒരു സർക്കിൾ ആണ് തന്നിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഓർക്കുക, ഇങ്ങനെ പാരാബോള അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ ഇതിൻ്റെയൊക്കെ ബൗണ്ടറി ആയിട്ടുള്ള റീജിയൻ തരുവാണെങ്കിൽ നമുക്ക് നോർമലി നമ്മുടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ ഇപ്പോൾ സർക്കിൾ സെമി സർക്കിൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ പോളാർ കോർഡിനേറ്റ്സിലേക്ക് മാറ്റിയിട്ട് വേണം സിംപ്ലിഫൈ ചെയ്യാൻ. ഓക്കെ, സോ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം ഡി എ എന്തായിട്ട് മാറും? നമ്മൾ ഡി എക്സ് ഡി വൈ എന്ന് എഴുതുന്നത് ആർ ഡി ആർ ഡി തീറ്റ ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ എക്സ് ആണെങ്കിൽ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതണം? ആർ കോസ് തീറ്റ എന്ന് എഴുതണം. വൈ ആണ് നമ്മുടെ ഇക്വേഷൻ ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ ആർ സൈൻ തീറ്റ എന്ന് ചേഞ്ച് ചെയ്ത് എഴുതണം. ഇപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെങ്കിൽ അത് ആർ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സോ ഞാൻ വൈ എഴുതി, വൈ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, അതാണ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡി എക്ക് പകരം എന്ത് എഴുതുക? ആർ ഡി ആർ ഡി തീറ്റ എന്ന് എഴുതുക.
ഇനി ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതാണ് അപ്പർ സെമി സർക്കിൾ. സ്റ്റാർട്ടിങ് ഫ്രം 5,0 എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് ഈ പാത്തി കൂടി കവർ ചെയ്ത് പോവാണ്. ഇതുപോലെ സ്റ്റാർട്ടിങ് ഫ്രം 50 ആൻഡ് ട്രാവേഴ്സസ് ദി അപ്പർ. ട്രാവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും അറിയാം, നമ്മളെപ്പോഴും പോളാർ കോർഡിനേറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് അല്ല വരയ്ക്കുക, നമ്മൾ എന്ത് വരയ്ക്കണം, നമ്മൾ വെഡ്ജ് വരയ്ക്കണം. വെഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി ഇതിനെ ട്രാവേഴ്സ് ചെയ്യുന്ന ഒരു പോർഷനാണ്. സോ ഈ ഒരു സെമി സർക്കിൾ ഇക്വേഷൻ x² + y² 25 ആണ്. സോ ബേസിക്കലി x² + y² എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് r² = 25. സോ റേഡിയസിന്റെ വാല്യൂ എന്ത് കിട്ടും, √25 which is equal to 5. ഓക്കെ, ബേസിക്കലി ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, നമ്മുടെ ഫസ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമ്മൾ വെഡ്ജ് ടച്ച് ചെയ്യുന്ന എവിടെയാണ്, ഇതിന്റെ റേഡിയസ് ഉള്ള പോർഷനിലാണ്. സോ r-ന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം 0 to 5. r is ranging from 0 to 5. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇതിനിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ അറിഞ്ഞുകൂടെങ്കിൽ നിങ്ങൾ ഇത്ര ഓർക്കുക, x² + y² ആർച്ച സൈഡിൽ എന്താണുള്ളത് അതിന്റെ റൂട്ട് കണ്ടുപിടിച്ച് വെക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ x² + y² 16 ആണ്. അപ്പൊ റേഡിയസ് എന്തായിരിക്കും, 4 ആയിരിക്കില്ലേ. √16 4 ആണ്. സിമിലർലി ഇവിടെയും x² + y² 25 ആണ്. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ അതായിരിക്കും റേഡിയസ്. സോ r is ranging from 0 to 5. ഇനി തീറ്റ എങ്ങനെയാണ് റേഞ്ച് ചെയ്യുന്നത്, സെമി സർക്കിൾ അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ പകുതി മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 0 തുടങ്ങിയിട്ട് ഇത് എവിടം വരെ എത്തി, π/2 കടന്നിട്ട് പൈയിലേക്കാണ് വരുന്നത്. സോ 0 to π. സോ തീറ്റയുടെ ലിമിറ്റ് ഇസ് ഫ്രം 0 to π. സോ ഇതെല്ലാം കൊണ്ടേ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈക്ക് എന്ത് വരണം, r sin θ വരണം, dAക്ക് പകരം r dr dθ. അപ്പൊ ആദ്യം r-ന്റെ ലിമിറ്റ് എഴുതുക 0 to 5, dθ സെക്കൻഡ് വരുന്നതുകൊണ്ട് അതിന്റെ ലിമിറ്റ് ഏറ്റവും അവസാനം കൊണ്ട് എഴുതുക. സോ ഇവിടെ r × r² sin θ dr dθ. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, r² ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ r³ 3. ഓക്കെ, xn+1/n+1 ചെയ്യുക. 0 to 5 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. sin θ കോൺസ്റ്റന്റ് ആണ്, 1/3 പുറത്തേക്ക് എടുക്കുക. സോ 5 അപ്ലൈ ചെയ്യുക. 5³ എന്ന് പറഞ്ഞാൽ 125 - 0 sin θ അങ്ങനെ തന്നെ വരും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, sin θ വിത്ത് റെസ്പെക്ട് ടു θ ഇന്റഗ്രേറ്റ് ചെയ്യുക. sin θയുടെ ഇന്റഗ്രേഷൻ എന്താണ്, -cos θ ഫ്രം 0 to π. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യുക. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ -cos θ ആണ്. സോ നിങ്ങൾ അപ്പർ ലിമിറ്റ് മൈനസ് എന്ന് വരുമ്പോൾ പ്ലസ് ആവും. ഇവിടെ തെറ്റിക്കരുത്, +0 എന്ന് വരും. മൈനസ് എന്ന് പറഞ്ഞാൽ -1 ആണ്. cos π എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ മൈനസ് ഇൻറ്റു മൈനസ്. ഓക്കെ, അത് തെറ്റിക്കരുത്. -(-) +1 വരും. cos 0 1 ആണ്. സോ 1 + 1 2. 125/3 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 125 × 2 250. ഓക്കെ, സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 250/3 എന്ന് കിട്ടും. ഓക്കെ, സോ ഇവിടെ ബേസിക്കലി നമ്മൾ ഗ്രീൻസ് തിയറം തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് അറിഞ്ഞിരിക്കണം. പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാൻ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ലിമിറ്റ്സ് കണ്ടുപിടിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഗ്രീൻസ് തിയറത്തിന്റെ ഇക്വേഷൻ എല്ലാവരും നല്ലോണം പഠിക്കുക. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ.